DRU നേതാവ് ശ്രീ മാത്യു സുരീഖ് കൂടി എന്നോടൊപ്പം ചേരുകയാണ്. നോക്കാം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അദ്ദേഹത്തോട് സംസാരിക്കാം. ശ്രീ മാത്യു സുരീഖ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പറഞ്ഞു തുടങ്ങേണ്ട ഒരു കാര്യമല്ല, അത്ര ശുഭകരമായ വാർത്തയല്ല നമ്മൾ കേൾക്കുന്നത്. നമ്മുടെ പാലക്കാട് ഡിവിഷൻ വെട്ടിമുറിക്കുന്നു. അതിന്റെ ആ ഡിവിഷന്റെ പ്രധാനപ്പെട്ട വരുമാന ഭാഗമായ മംഗലാപുരം മേഖല ഇനി മൈസൂരു ഡിവിഷനിലേക്ക് പോവുകയാണ്. ഓൾറെഡി പാലക്കാട് ഡിവിഷൻ സേലം ഡിവിഷനുമായി വിഭജിച്ചതിന്റെ മുറിവുകളിൽ നിന്ന് വിമുക്തി നേടിയിട്ടില്ല. റെയിൽവേ എന്ന് പറയുന്നത് നാഷണൽ ഇന്റഗ്രേഷനുമായി നമ്മൾ കണക്കാക്കുന്ന ഒരു പ്രധാന സ്ഥാപനമാണ്. അത് സംസ്ഥാന അടിസ്ഥാനത്തിൽ ഭാഷാടിസ്ഥാനത്തിലൊക്കെ വിഭജിക്കുക എന്ന് പറയുന്നത് ശരിയായ ഒരു നടപടിയല്ല. ഇപ്പോ പാലക്കാട് ഡിവിഷനിലെ കർണാടക മേഖലകൾ വെട്ടിമുറിച്ച്, പ്രത്യേകിച്ചും നമ്മുടെ റെയിൽവേയുടെ പ്രധാന വരുമാനം ഗൂഡ്സിൽ നിന്നാണ്. ഇപ്പം പാലക്കാട് ഡിവിഷനിൽ ഗൂഡ്സിൽ നിന്ന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നത് പണമ്പൂരിൽ നിന്നാണ്. ആ പണമ്പൂരും അതുപോലെ പാസഞ്ചർ വരുമാനത്തിൽ മുന്നിൽ നിൽക്കുന്ന രണ്ട് പ്രധാന സ്റ്റേഷനുകളാണ് മാംഗ്ലൂർ സെൻട്രലും അതുപോലെ തന്നെ മാംഗ്ലൂർ ജംഗ്ഷനും. ഈ സ്റ്റേഷനുകൾ കൂടെ പോയിട്ടുണ്ടെങ്കിൽ പാലക്കാട് ഡിവിഷന്റെ സാമ്പത്തിക വരുമാനത്തിന്റെ ശിരസ് തന്നെ അർത്ഥമാറ്റുന്നതിന് തുല്യമാണ്. ഇതിന്റെ പരിണിത ഫലം എന്താണ്? അക്ഷരാർത്ഥത്തിൽ പാലക്കാട് ഡിവിഷനെ ഇല്ലാതാക്കുക എന്നതാണോ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഈ ഉത്തരവ് പിൻവലിക്കാൻ റെയിൽവേ ബോർഡ്, റെയിൽവേ മന്ത്രാലയവും തയ്യാറാകണമെന്നും നമ്മുടെ എംപിമാർ സേലം ഡിവിഷന്റെ സമയത്ത് നടന്ന പോലെ ശബ്ദമുയർത്തണമെന്നുമാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയൻ ഈ നടപടിയിൽ ശക്തമായി പ്രതിഷേധിക്കുകയാണ്. അല്ല, ഇത് ഇനിയിപ്പോൾ ആത്യന്തികമായി സംഭവിക്കാൻ പോകുന്ന എന്താണ്? ആ ഡിവിഷന്റെ സാമ്പത്തികമായി അതിന് ലഭിക്കുന്ന എല്ലാ നേട്ടങ്ങളും ഇല്ലാതാവുകയാണ്. സ്വാഭാവികമായും പാലക്കാട് ഡിവിഷൻ മെലിഞ്ഞ് നേരിട്ട് പോവുകയാണ്. ഒരു നടപടിയാണിത്.